മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കനകശശി എഴുതിയിട്ടുള്ള ബാരിഷ് കെ ബാദ് എന്നൊരു കഹാനി തുടങ്ങിയിരുന്നു അല്ലേ? മനോഹരമായൊരു കഹാനിയായിരുന്നു. രണ്ട് കുട്ടികള് വെള്ളത്തില് കളിക്കുന്നതായിട്ടാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? അപ്പൊ അതിന്റെ ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പരിചയപ്പെട്ട രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു, ഗുഡലി എന്നും ഗുഡു എന്നും പേരായിട്ടുള്ള രണ്ട് കുട്ടികൾ അല്ലേ? ഇനി അതിന്റെ ബാക്കി നമുക്ക് നോക്കാം. वो दोनों एक बरसाती नाले में गिरे थे. അവര് രണ്ടുപേരും അവര് രണ്ടുപേരും ഏക്ക് ബർസാത്തി നാലേമേം ഒരു എന്താ പറയാ വെള്ളച്ചാലില് മഴ പെയ്തിട്ട് ഒരുപാട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു വെള്ളച്ചാലില് ഗഡേതെ നിൽക്കുകയായിരുന്നു. പാനി ഉൻകെ ഗുഡ്നെ ചൂ രഹാ താ. പാനി വെള്ളം അവരുടെ ഗുഡ്നെ കാൽമുട്ട് ചൂ രഹാ താ സ്പർശിക്കുന്നുണ്ടായിരുന്നു. വെള്ളം അവരുടെ കാൽമുട്ടിനെ സ്പർശിക്കുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ കാൽമുട്ട് വരെ വെള്ളമുണ്ടായിരുന്നു. ദോനോ പത്തേ കി നാവ് തൈരാനെ കി കോശിഷ് കർ രഹേ ഥേ. ദോനോം രണ്ടുപേരും പത്തേ കി നാവ്, പത്ത പറഞ്ഞ ഇല കൊണ്ടുണ്ടാക്കിയ തോണി, ലീഫ് ബോട്ട്, തൈരാനിക്ക് ഒഴുക്കാനുള്ള, കോശിഷ് പരിശ്രമം, അവര് രണ്ടുപേരും ചേർന്നിട്ട് ഒരു ലീഫ് ബോട്ട് ഒഴുക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. നാവ് മേം കുച്ച് സവാരിയാം ബി. തോണിയിൽ കുറച്ച് സവാരിയാം യാത്രക്കാർ ബി കൂടി, തോണിയിൽ കുറച്ച് യാത്രക്കാരെ കൂടി, ജബർദസ്തി നിർബന്ധിച്ച്, ബൈഠായി ഗീതി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ തോണിയില് കുറച്ച് യാത്രക്കാരെ അവര് നിർബന്ധിച്ച് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ യാത്രക്കാരെന്ന് നോക്കാം. ഏക്ക് ചീംട്ട, ഒരു ഉറുമ്പ്. കോസം കെ പേട് പർ രഹ്നെ വാല ഏക്ക് ലാൽ കാല കീട. കോസം പേടിൽ, അതായത് കോസം ട്രീയിൽ താമസിക്കുന്ന കറുപ്പും ചുവപ്പും നിറത്തിലുള്ള ഒരു കീടം, ഒരു പ്രാണി. ആർ ഏക്ക് കേഞ്ചുവ, പിന്നെ ഒരു കേഞ്ചുവ എന്ന് പറഞ്ഞാൽ മണ്ണിര. ഇതായിരുന്നു അവരുടെ യാത്രക്കാർ. ഈ 3 പേരായിരുന്നു അവരുടെ യാത്രക്കാർ. തീൻ സവാരിയാം ബൈഠ് ചുക്കി ഥി. 3 യാത്രക്കാരെ ഇരുത്തി കഴിഞ്ഞിരുന്നു. തബി, അപ്പോൾ, ഗുഡ്ഡു ഏക്ക് ചോട്ടാ മേണ്ടക് ദിഖ. അപ്പോൾ ഗുഡ്ഡു ഒരു ചെറിയ തവളയെ കണ്ടു. 3 യാത്രക്കാരെ ഇരുത്തിയതിനു ശേഷം ഗുഡ്ഡു ഒരു ചെറിയ മേണ്ടക് തവളയെ കണ്ടു. ഉസ്നെ, അവൻ, തൈ കർ ലിയ, തീരുമാനിച്ചു, കി, എന്തെന്നാൽ, ഇസേ ബി നാവ് പർ, ഇതിനെ കൂടി നാവ് പർ, തോണിയിൽ, ചടാനാ ഹെ, കയറ്റണം. ആ തവളയെ കണ്ടപ്പോൾ അവൻ എന്തു തീരുമാനിച്ചു? ഇതിനെ കൂടി ആ തോണിയിൽ കയറ്റണം എന്നവൻ തീരുമാനിച്ചു. പർ മേണ്ടക് കോ പക്കഡ്ന, പക്ഷേ മേണ്ടക്കിനെ, തവളയെ, പക്കഡ്ന, പിടിക്കുക, ആസാൻ, എളുപ്പം, നഹീന്ത, ആയിരുന്നില്ല. പക്ഷേ തവളയെ പിടിക്കുക എന്നത് എളുപ്പമായിരുന്നില്ല. തവളയെ പിടിക്കുക എളുപ്പമാണോ? അല്ലെ, അത് ചാടി ചാടി പോയിക്കൊണ്ടിരിക്കും അല്ലെ. ഗുഡ്ഡു ബാർ ബാർ കോശിഷ് കർത്ത. ഗുഡ്ഡു നിരന്തരം പ്രയത്നിച്ചു കൊണ്ടേയിരുന്നു. ബാർ ബാർ, നിരന്തരം, കോശിഷ് കർണ, പരിശ്രമിക്കുക, അവൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. മേണ്ടക് ബാർ ബാർ ഉജൽ ജാത്ത. മേണ്ടക് വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടേയിരുന്നു. മേണ്ടക് അങ്ങനെ ചാടിപ്പോയിക്കൊണ്ടേയിരുന്നു. ഉജൽന, ചാടുക. ഗുഡ്ഡു കോ യൂം ഫുദക്തേ ദേഖ് ഗുഡലി ഹസ്സേ ജാ രഹി ഥി. ഗുഡ്ഡും അതുപോലെ ചാടി നടക്കുന്നത് കണ്ടിട്ട്, ഫുദക്ന, ചാടി ചാടി നടക്കുക. ഫുദക്ന എന്നതിന്റെ അർത്ഥാണ് ചാടി ചാടി നടക്കുക.
ഗുഡ്ഡുവും ചാടി ചാടി നടക്കുന്നത് കണ്ട് ഗുഡലി ഹസ്സേ, ഹസ്ന ചിരിക്കുക. ഗുഡലി ചിരിക്കാൻ തുടങ്ങി. ജയ്സേ തൈസേ മേണ്ടക് ഗുഡ്ഡു കി ഹത്തേലിയോ മേം ആ ഹി ഗയ. എങ്ങനെയോ മേണ്ടക് ഗുഡ്ഡുവിന്റെ ഹതേലി ഉള്ളംകൈ, എങ്ങനെയോ മേണ്ടക് ഗുഡ്ഡുവിന്റെ ഉള്ളംകൈയിൽ പെട്ടു. അതായത് എങ്ങനെയൊക്കെയോ ഗുഡ്ഡു ഈ തവളയെ പിടിച്ചു. ഗുഡ്ഡുനെ ഗുഡലീസേ കഹ. ഗുഡ്ഡു ഗുഡലിയോട് പറയാണ്. ഗുഡലീസേ കഹ, ഗുഡലിയോട് പറഞ്ഞു. ദേഖ്, നോക്കൂ, മേ ജൈസേ ഹി ഇസേ നാവ് മേ രഘും. ഞാൻ ഇതിനെ തോണിയിൽ വെക്കും. തൂ നാവ് ചോട് ദേന, നീ തോണി വിടണം. ഞാനിതിനെ തോണിയിൽ വെക്കും, ഉടനെ തന്നെ നീ എന്ത് ചെയ്യണം? ആ, തോണി വിടണം എന്ന് പറയാണ്. ഗുഡലീനെ ഹസ്തേ ഹുയെ ഹാമി മേൻ സർ ഹിലായ. ഗുഡലി ഹസ്തേ ഹുയെ, ചിരിച്ചുകൊണ്ട് സമ്മതത്തിൽ തലയാട്ടി. സിർ ഹിലാന, തലയിളക്കുക, തല ആട്ടുക. ഗുഡ്ഡുനെ ഗിന. ഗുഡ്ഡു എണ്ണാൻ തുടങ്ങി. ഗിന, എണ്ണുക. ഗുഡ്ഡു എണ്ണാണ്. 1 2 3, 1 2 3 അങ്ങനെ എണ്ണാണ്. और മേണ്ടക് കോ നാവ് മേ ബിഠാ ദിയ. എന്നിട്ട് മേണ്ടക്കിനെ തോണിയില് ഇരുത്തി. ഗുഡലീനെ നാവ് ചോട് ദി. ഗുഡലി തോണി വിട്ടു. നാവ് പാനി കെ സാത്ത് തേസി സേ ബഹ് രഹി ദി. തോണി വെള്ളത്തോടൊപ്പം ശക്തമായിട്ട്, അതായത് സ്പീഡിൽ, തേസീസെ വേഗത്തിൽ, ബഹ് രഹി ദി ഒഴുകാൻ തുടങ്ങി. ബഹ്ന ഒഴുകുക. ഗുഡ്ഡു ആർ ഗുഡലി, ഗുഡ്ഡുവും ഗുഡലിയും, ദോനോ ബഹുത്ത് ഖുശ് ഥേ, രണ്ടുപേരും വളരെയധികം ഹാപ്പിയായി. पर थोड़ी दूर जाते ही एक सवार ने पानी में छलांग लगा दी. പക്ഷേ തോടി ദൂർ, അല്പദൂരം, ജാത്തേ ഹി, ചെന്നപ്പോൾ, ഏക് സവാർ, ഒരു യാത്രക്കാരൻ, പാനീമേ ചലാങ് ലഗാതി, വെള്ളത്തിലേക്ക് ചലാങ്കിന, എടുത്തു ചാടുക. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും തോണിയിൽ നിന്നും ഒരു യാത്രക്കാരൻ എന്തു ചെയ്തു? വെള്ളത്തിലേക്ക് അങ്ങോട്ട് എടുത്തു ചാടി. ഉസ്കി ഛലാങ് സേ നാവ് ഹിൽക്കോലെ ഗാത്തെ ഗാത്തെ പലട് ഗയി. അതിന്റെ ചാട്ടത്തിൽ, ഛലാങ് സേ, ചാട്ടത്തിൽ, നാവ്, തോണി, ഹിൽക്കോലെ മാരെ മാരെ, ഹിൽക്കോലെ മാരെ എന്ന് പറഞ്ഞാല് കുലുങ്ങി കുലുങ്ങി, സോറി, ഹിൽക്കോലെ ഗാത്തെ ഗാത്തെ, ഹിൽക്കോലെ ഗാത്തെ ഗാത്തെ പറഞ്ഞാല് കുലുങ്ങി കുലുങ്ങി, പലട്ട് ഗയി, പലട്ടിന മറിയുക. അവന്റെ ചാട്ടത്തിൽ നാവ്, തോണി, ഹിൽക്കോലെ ഗാത്തെ ഗാത്തെ, കുലുങ്ങി കുലുങ്ങി, പലട്ട് ഗയി, മറിഞ്ഞുപോയി. അതായത് ആ ചാട്ടത്തിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ ഓളം ഉണ്ടല്ലോ, അതിൽ ഈ തോണി കുലുങ്ങി കുലുങ്ങി എന്തായി പോയി? മറിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. गुड्डू और गुडली सांस दामे अपनी नाव को देख रहे थे. ഗുഡ്ഡുവും ഗുഡലിയും ശ്വാസമടക്കി പിടിച്ചിട്ട് തോണിക്ക് നേരെ, സ്വന്തം തോണി, അവരുണ്ടാക്കിയ തോണിക്ക് നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പതാ നഹീ സവാരോ കാ ക്യാ ഹോഗ. അതിലുള്ള യാത്രക്കാർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് പതാ നഹീം, അറിയില്ല. तभी चिमटा पानी में तैरकर एक टहनी की तरह जाता दिखा. അപ്പോൾ നമ്മുടെ ചീംട്ട, ചീംട്ട ഉറുമ്പ്, അപ്പോൾ ഉറുമ്പ് പാനീമേൻ തൈർക്കർ, വെള്ളത്തിൽ നീന്തിയിട്ട്, ഏക്ക് ടഹനിക്ക് തര, ഒരു മരക്കൊമ്പിന് നേരെ, ടഹനി മരക്കൊമ്പ്, മരക്കൊമ്പിന് നേരെ, മരത്തിന്റെ ചില്ല എന്നൊക്കെ പറയും, അതിന് നേരെ, ജാത്ത ദിഗ, അതിന് നേരെ പോകുന്നത് കണ്ടു. കേഞ്ചുവ പാനിക്ക് അന്തർ കഹീം ചലാഗയ, മണ്ണിര വെള്ളത്തിനടിയിൽ എവിടെയോ പോയിട്ടുണ്ട്. ബസ് കോസം കെ പേട് കെ ലാൽ കാലെ കീടെ കാ കോയി പതാ നഹീ താ.
കോസമ്പേടിൽ വസിക്കുന്ന കറുപ്പും ചുവപ്പുമായിട്ടുള്ള പ്രാണിയുടെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഗുഡ്ഡു ആർ ഗുഡലി ഉലട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഭാഗെ. ഗുഡ്ഡുവും ഗുഡലിയും ഉലട്ടി ബഹത്തി മറിഞ്ഞ് ഒഴുകുന്ന, അതായത് തല കീഴായി മറിഞ്ഞ് ഒഴുകുന്ന, ഉലട്ടിന പറഞ്ഞാൽ മറിയുക, തല കീഴായി മറിഞ്ഞു പോയി അവരുടെ തോണി, ആ മറിഞ്ഞൊഴുകുന്ന നാവുക്കെ പീച്ചെ തോണിക്ക് പിന്നാലെ ഭാഗെ ഓടി. और तभी नाव के नीचे से कीड़े का काला मुंह दिखाई दिया. അപ്പോൾ അവർക്ക് നാവ് കെ നീച്ചെ സെ തോണിക്ക് താഴെ നിന്ന് കീടേക്ക കാലാമൂഹ് ആ കീടത്തിന്റെ കറുത്ത വായ്, കാല കറുത്ത, മൂഹ് വായ, കറുത്ത വായ, അല്ലെങ്കിൽ വായ എന്ന മുഖം എന്നും അർത്ഥമുണ്ട് കേട്ടോ. ദിഗായി ദിയ കാണാൻ കഴിഞ്ഞു. ഗുഡലീനെ ആഹിസ്തെ സെ ഗുഡലി ആഹിസ്തെ പതുക്കെ ഉസേ ഉടായ അതിനെ എടുത്തു. और കോസം കെ പേടിക്ക് പത്തിയോ പർ ചോട് ദിയ എന്നിട്ട് അതിനെ കോസം ട്രീയുടെ ഇലകളിൽ, പത്തിയോം ഇലകളിൽ വച്ചു. गुडली अभी कीड़े को जाते हुए देख ही रही थी. ഗുഡലി അപ്പോൾ കീടത്തിന്റെ പോക്ക്, കീടം ആ ഇലയിലൂടെ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഗുഡുവിനെ ആവാസ് ദി അപ്പോൾ ഗുഡു ശബ്ദത്തില് എന്തോ പറയാണ്. ഗുഡുവിനെ ആവാസ് ദി ഉച്ചത്തിൽ പറഞ്ഞു. ദേഖ് ഗുഡലി നോക്കൂ ഗുഡലി, ഗോകുൽ ഗയ്യ നോക്കൂ ഗുഡലി, ഇവിടെ എന്തുണ്ട്? ഇവിടെ ഗോകുൽ ഗയ്യ ഉണ്ട് എന്ന് പറയാണ്. കിത്തനി സുന്ദർ മഗ്മലി ലാൽ രംഗ് കി കീടി ഹോത്തി ഹെ ഗോകുൽ ഗായ്. ഗോകുൽ ഗായ് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. വളരെ സുന്ദരമായതും മഗ്മലി വെൽവെറ്റ് പോലെയുള്ളതും മിനുസമുള്ള, നല്ല മനോഹരമായതും മൃദുലമായതും മിനുസമുള്ളതുമായിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള കീടമാണ് എന്ത്? ഈ ഗോകുൽ ഗായ് എന്ന് പറയുന്നത്. ബീർബഹൂട്ടി എന്നും അതിനെ പറയും. ബാരിഷ് കെ അലാവ ആർ കിസി മൗസം മേ ദിഖ്തി ഹി നഹി ഹെ. ബാരിഷ് കെ അലാവ മഴയിലല്ലാതെ മറ്റൊരു സീസണിൽ, മൗസം കാലാവസ്ഥ, സീസൺ, മറ്റൊരു സീസണില് ദിഖ്തി ഹി നഹീം അതിനെ കാണാൻ സാധിക്കില്ല. മഴയിലല്ലാതെ മറ്റൊരു സീസണിൽ ഈ പ്രാണിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഗോകുൽ ഗായ് എന്ന് പറയുന്ന. गुडली और गुड्डू गोकुल गायों को एक मैचिस की डिब्बी में इकट्ठा करके स्कूल में दोस्तों को दिखाते थे. ഗുഡലി ആർ ഗുഡ്ഡു ഗുഡലിയും ഗുഡുവും ഈ ഗോകുൽ ഗായികളെ ഒരു തീപ്പെട്ടി കൂടിലാക്കിയിട്ട്, മാച്ചിസ് കി ഡിബ്ബി എന്ന് പറഞ്ഞാല് തീപ്പെട്ടിക്കൂടില് ഈ ഗട്ട കർക്കെ ശേഖരിച്ചിട്ട്, അതിനെയൊക്കെ തീപ്പെട്ടിക്കൂടില് ശേഖരിച്ച് വെച്ചിട്ട് സ്കൂൾ മേ ദോസ്തോ കോ ദിഖാത്തെ തെ സ്കൂളിലെ ഫ്രണ്ട്സിനെ കാണിക്കാറുണ്ടായിരുന്നു. യഹ് സബ് സോച്ചത്തെ ഹുയേ ഗുഡലി ജഡ് സേ ഭാഗി ഇതെല്ലാം ഓർത്തപ്പോൾ, സോച്ചന ഓർക്കുക, ചിന്തിക്കുക, ഗുഡലി ജഡ്സെ പെട്ടെന്ന് ഭാഗി ഓടി. അത് ഗോകുൽ ഗായ് ഉണ്ട് എന്ന് കേട്ടപ്പോൾ, കുട്ടികൾക്ക് ഫ്രണ്ട്സിനെ കാണിക്കാലോ എന്ന് ഓർത്തപ്പോൾ അവൾ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഓടിച്ചെന്നു. ഗുഡ്ഡു ചാന്ദിനി തലേ ഗഡാധ അപ്പോൾ ഗുഡ്ഡു എവിടെ നിൽക്കുകയായിരുന്നു? ഗുഡു ചാന്ദിനി തലേ. ചാന്ദിനി എന്ന് പറഞ്ഞാല് നന്ദ്യാർവട്ടപ്പൂ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊരു മരമായിട്ട് വരുന്നൊരു ചെടിയാണ്. അതിൽ നല്ല പൂക്കളുണ്ടാവും, കുറച്ച് വലുപ്പത്തിലുള്ള. അപ്പൊ ഈ നന്ദ്യാർവട്ട മരത്തിന്റെ താഴെയായിരുന്നു നമ്മുടെ ഗുഡു നിന്നിട്ടുണ്ടായിരുന്നത്. ഗുഡലി
चांदनी के तले जाकर गोकुल गाय को ढूंढने लगी. ഗുഡലി ഈ നന്ദ്യാർവട്ട ചെടിയുടെ ആ നന്ദ്യാർവട്ട മരത്തിന്റെ താഴെ നിന്നിട്ട് അവള് ഗോകുൽ ഗായികളെ എങ്ങനെ അന്വേഷിക്കുകയാണ്. ടൂണ്ടിന അന്വേഷിക്കുക. അവളതിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തബി ഗുഡ്ഡുനെ ചാന്ദിനിക്ക് പേടുക്കോ സോർ സേ ഹിലാ ദിയ. അപ്പോൾ നമ്മുടെ ഗുഡ്ഡു എന്ത് ചെയ്തു? ഗുഡ്ഡു ഈ ചാന്ദിനി പേടിനെ ശക്തമായിട്ട് അങ്ങോട്ട് പിടിച്ചു കുലുക്കി. ഹിലാദിയ, ഹിലാനാന കുലുക്കുക, സോർ ശക്തമായിട്ട് ആ ചാന്ദിനി പേടിനെ പിടിച്ചിട്ട് കുലുക്കി. पेड़ की पत्तियों और फूलों पर ठहरा हुआ सारा पानी गुडली के ऊपर गिर गया. ഗുഡ് എന്ത് പണി ചെയ്തു? ആ മരം പിടിച്ച് കുലുക്കിയ ഉടനെ അതിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും നമ്മുടെ ഗുഡലിയുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് വീണു. എവിടെയൊക്കെയായിരുന്നു വെള്ളം തങ്ങി നിന്നിരുന്നത്? പത്തിയോം ഓർ ഫൂലോം, ആ മരത്തിന്റെ ഇലകളിലും, പത്തിയോം ഇലകളിലും, ഫൂലോം പൂക്കളിലും തങ്ങി നിന്നിരുന്ന വെള്ളത്തുള്ളികൾ ഗുഡലിയുടെ ശരീരത്തിൽ വീണു. ഊപ്പർ ഗിരാ ഗയാ വഹ് തർ ബതർ ഹോ ഗയി. അവൾ ആകെ നനഞ്ഞു കുതിർന്നു. ഗുഡ്ഡു ഭാഗ്താ ജാ രഹാ താ ഔർ ഹൻസ്താ ജാ രഹാ താ. ഗുഡ്ഡു ഭാഗ്ന പറഞ്ഞ ഓടുക, ഹസ്ന ചിരിക്കുക. ഗുഡ്ഡു ഓടുകയായിരുന്നു. എങ്ങനെയാണ് ഓടുന്നത്? ചിരിച്ചോണ്ട്. ഗുഡ്ഡു ചിരിച്ചോണ്ട് ഓടി. ഗുഡലി जोर से चिल्लाकर उसका पीछा कर रही थी. ഗുഡലി വിട്ടുകൊടുത്തില്ല. ഗുഡലി എന്ത് ചെയ്തു? ഗുഡലി ഉച്ചത്തിൽ കൂവി വിളിച്ചോണ്ട്, ചില്ലാനാന കൂവി വിളിക്കുക, ആർത്ത് വിളിച്ചോണ്ട് അവന്റെ പിന്നാലെ ഓടി. इसी भाग दौड़ में गुड्डू फिसला और जाकर कीचड़ में दम से गिर गया. ഈ വെപ്രാളം പിടിച്ച ഓട്ടത്തിനിടയിൽ ഭാഗ് ദൗഡ് പറഞ്ഞാല് വെപ്രാളം പിടിച്ചോടുക. ഈ വെപ്രാള ഓട്ടത്തിനിടയിൽ ഗുഡ്ഡു ഫിസല വഴുതി. കീച്ചട് മേം ദം സേ ഗിർ ഗയ. കീച്ചട് ചളി, ചളിയില്, ദം എന്ന ശബ്ദം, ഗിർന വീഴുക. അപ്പൊ ഗുഡ്ഡു എന്തായി? വഴുതിയിട്ട് ചളിയില് വീണു. अब कीचड़ में सराब और गुड्डू भी हंस रहा था. ഇപ്പോഴെന്താണ്? ചളിയിൽ വീണ് കിടക്കുന്ന ഗുഡ്ഡു ചിരിക്കുന്നു, കൂടെ ഗുഡലിയും ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ കഹാനി ഇവിടെ അവസാനിച്ചു. മനോഹരമായ ഒരു കഹാനിയായിരുന്നു. ഗുഡുവിന്റെയും ഗുഡലിയുടെയും മനോഹരമായ കഹാനി. എല്ലാവരും ഇത് നന്നായിട്ട് തന്നെ വായിക്കുക, വായിച്ച് പഠിക്കുക, മീനിങ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ.